മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ജാതി മത വ്യത്യാസമില്ലാതെ സർവരും ഒരേ മനസ്സോടെയാണ് ഈ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമാകുന്നത്. വൈരങ്കോട് വേല, വൈരങ്കോട്ട് തീയാട്ട് എന്നിങ്ങനെയാണ് ഈ ക്ഷേത്രോത്സവം അറിയപ്പെടുന്നത്. 6 ദേശങ്ങളിൽ നിന്നുള്ള കൊടിവരവുകളും ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് പ്രധാന തീയാട്ട് ഉത്സവം നടക്കുന്നത്. ചെറിയ തീയാട്ട്, വലിയ തീയാട്ട്. ഈ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് മരംമുറി. കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് മരംമുറി ചടങ്ങ് നടക്കുന്നത്. വേലന്മാരുടെ പൂജയും മാടമ്പത്ത് നായന്മാരുടെ പൂജയും കഴിഞ്ഞ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കോയ്മക്കാരൻ മൂത്താശാരിയെ വിളിച്ച് മരം ഏത് ദിക്കിലാണ് എന്നതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നു. ദേവിയുടെ ചുവപ്പ് പട്ടുവസ്ത്രം ആശാരിമാർക്കെല്ലാം നൽകുകയും ചെയ്യും. അതിനുശേഷം അകമ്പടി പണിക്കരും മാടമ്പത്ത് നായന്മാരും പരിവാരങ്ങളും കുത്തുവിളക്കും പിടിച്ച് എവിടെയാണോ വരിക്കപ്ലാവ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആ സ്ഥലം വരെ നടന്നു പോവുകയും അവിടെ ചെല്ലുമ്പോൾ ദേവിക്കായി സമർപ്പിച്ച വരിക്കപ്ലാവിൻ്റെ ഉടമസ്ഥർ, അതായത് ആ മരത്തെ ഭഗവതിക്കായി വഴിപാടായി സമർപ്പിച്ച ഭക്തജനങ്ങൾ, ആഗ്രഹത്തിലുള്ളവർ, ആ മരത്തെ പരിപാലിച്ചു പോരുന്നവർ താലമെടുത്ത് ഭക്ത്യാദരപൂർവം അവരെ സ്വീകരിക്കുകയും വരിക്കപ്ലാവിനെ 3 പ്രദക്ഷിണം വെച്ച് ആശാരിമാർ മരം മുറി തുടങ്ങുകയും ചെയ്യുന്നു. ഒറ്റവെട്ട് എന്നതാണ് കണക്ക്. അതായത് ശിഖരങ്ങളൊന്നും വെട്ടി വീഴ്ത്താതെ കടയ്ക്കൽ മഴു ഉപയോഗിച്ച്, കയറ് വലിച്ചു കെട്ടാതെ മഴു ഉപയോഗിച്ചാണ് മരം മുറിക്കുന്നത്. കടയ്ക്കൽ മഴു ഉപയോഗിച്ച് മുറിക്കുന്ന മരം നിലം സ്പർശിക്കുമ്പോൾ ഹോയ് നടോയ് വിളികൾ അന്തരീക്ഷത്തെ ആഹ്ലാദമുഖരിതമായി ഉയരുന്നു. ദേവിയോടുള്ള ഭക്തി ആദര സൂചകമായി ഉച്ചത്തിൽ ആർത്തു വിളിക്കുന്ന ഹോയ് നടോയ് വിളികൾ ഏതൊരു ഭക്തർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന അത്യപൂർവമായ കാഴ്ചയാണ് അത്. ഇങ്ങനെ മുറിച്ച് കത്തിക്കുള്ള വിറക് തലച്ചുമടായി ക്ഷേത്രത്തിലെ കനലാട്ടക്കുഴിയിലേക്ക് എത്തിക്കുന്നു. കാലം എത്ര പുരോഗമിച്ചാലും മുതിർന്നവരും കുട്ടികളുമടക്കം മരംമുറി ഓരോ കഷ്ണങ്ങളും, വിറകുകൾ ഓരോ കഷ്ണങ്ങളും വളരെ ഭക്തിയാദരപൂർവം ക്ഷേത്രത്തിലെ കനലാട്ടക്കുഴിയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിക്കുന്ന ആ വിറകുകൾ കനലാട്ടക്കുഴിയിൽ ശ്രദ്ധാപൂർവം അടുക്കി വയ്ക്കുന്നു. അതിലേക്ക് ഭക്തജനങ്ങൾ വഴിപാടായി കടുക് സമർപ്പിക്കുന്നു. ചിക്കൻ പോക്സ്, വസൂരി മുതലായ അസുഖങ്ങളിൽ നിന്ന് ദേവി കാത്തുരക്ഷിക്കുമെന്നതാണ് ഇതിന് പിന്നിലെ ഐതിഹ്യവും വിശ്വാസവും. കടുക് തലയ്ക്കൊഴിഞ്ഞ് കനലാട്ടക്കുഴിയിൽ സമർപ്പിക്കുമ്പോൾ ദേവിയുടെ കാവലുണ്ടാവും. വലിയ തീയാട്ട് കഴിയുന്നതോടെ വിറകിന് തീ കൊടുക്കുന്നു. അത് കനലാക്കി മാറ്റുന്നു. പിറ്റേന്ന് പുലർച്ചെ ദേവിയുടെ കോമരം പൂജ ചെയ്ത് തീർത്ഥം തളിച്ച് കനലാടിമാർ, അവകാശികൾ കനലാട്ടത്തിനൊരുങ്ങുന്നു. കനൽ തട്ടിത്തെറിപ്പിച്ച് കനലിലൂടെ നൃത്തം വെച്ച് അവർ ആഹ്ലാദഭരിതരാകുന്നു. ഒപ്പം ഹോയ് നടോ വിളികൾ ഉയരുന്നു. അമ്മയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. ദേവിക്ക് അനുഗ്രഹം പോലെ ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കനലാടിമാർ, അവകാശികൾ
ഈ കനലാട്ടം നടത്തുന്നത്. ദേവി പ്രീതിപ്പെടുമെന്നും എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നും വിശ്വാസം. മരമുറി വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. എല്ലാവർക്കും വൈരങ്കോട്ടമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. വൈരങ്കോട് വേലയ്ക്ക് ആശംസകൾ.